പത്തനംതിട്ടയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്. വീര്യമൊട്ടും ചോരാതെ യുവ രക്തങ്ങൾ ആളിക്കത്തിക്കുകയാണ് പ്രതിഷേധം. ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരത്തിൽ വിദ്യാർത്ഥികൾക്കേറ്റ പരിക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് SFI. ഡൽഹി ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഡൽഹി പോലീസിന്റെയും സൈന്യത്തിന്റെയും ആക്രമണം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ, നീറ്റ് UG പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി സമരം നടക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം റോഷ്നി, പത്തനംതിട്ട BSNL ഓഫീസിന് മുന്നിലാണ് SFIയുടെ പ്രതിഷേധ സമരം നടന്നത്. ഇപ്പോൾ SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു SFI പ്രവർത്തകരുടെ സമരം. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. 100ഓളം വരുന്ന പെൺകുട്ടികളും SFI പ്രവർത്തകരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ പോലീസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ SFI ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ, നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. അറസ്റ്റിന് വഴങ്ങാൻ SFI പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ പോലീസ് ബലപ്രയോഗം നടത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ 40ഓളം വരുന്ന SFI പ്രവർത്തകർ ഇപ്പോൾ പോലീസ് വാഹനത്തിനകത്തേക്ക് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. ഏതാനും സമയമായി ഇവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് SFIയുടെ സമരം നടക്കുന്നത്. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SFI ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ BSNL ഓഫീസിന് മുന്നിലേക്ക് സമരം നടത്തിയത്. ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. BSNL ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ SFI പ്രവർത്തകർ ശ്രമിച്ചു. ബാരിക്കേഡ് തീർത്ത് പോലീസ് ആ ശ്രമം തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷമാണ് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് SFI പോയത്. കുമ്പഴ ഒപ്പം തന്നെ പത്തനംതിട്ട നഗരം പ്രധാന പാത ഉപരോധിച്ചുകൊണ്ടാണ് സമരം നടന്നത്. അതോടുകൂടി വാഹന ഗതാഗതവും തടസ്സപ്പെട്ട് കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം പിന്തിരിയില്ല എന്ന് ആ യൂത്തും തെരുവിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ ആലപ്പുഴയിലും ഇപ്പോൾ അല്പസമയം പത്തനംതിട്ടയിലും കണ്ടു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പോരാട്ട വീര്യമാണ്, യുവത്വത്തിന്റെ പോരാട്ട വീര്യമാണ് ഓരോ ജില്ലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ കണ്ട പ്രതിഷേധത്തിന്റെ പിന്തുണയുമായാണ് കേരളത്തിലും വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. സമരവീര്യം ചോരാതെ യുവത്വം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രതിഷേധമാണ് ഓരോ ജില്ലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം, ബാരിക്കേഡ് മറികടക്കാനുള്ള നീക്കം, പോലീസും പ്രവർത്തകരും വരുന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് SFIയുടെ നേതൃത്വത്തിൽ കേരളം ആകെ അലയടിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിലെ പ്രവർത്തകരും പോലീസും നേർക്കുനേർ നിൽക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ബാരിക്കേഡ് വെച്ച് അതിന് മറികടക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമമാണ് വിവിധ ജില്ലകളിൽ SFI പ്രവർത്തകർ നടത്തുന്നത്. അവർക്കെതിരെ ജില്ലകളിൽ ജലപീരങ്കി പ്രയോഗം നടന്നു. നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലടക്കം കണ്ണീർ വാതക പ്രയോഗം നടന്നു. ഇപ്പോൾ ആലപ്പുഴയിലും പ്രതിഷേധം. അങ്ങനെ കൊച്ചിയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടും വിവിധ ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള SFIയുടെ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലാത്ത സമരമാണ് കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സമാനതകളില്ലാത്ത തരത്തിലുള്ള ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തുടങ്ങിയ മാർച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക്, BSNL ഓഫീസിലേക്കും ലോക് ഭവനിലേക്കും വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്കുള്ള മാർച്ചുകൾ. അതിൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വിദ്യാർത്ഥികളെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ് പോലീസ്. അലക്കടൽ പോലെ നിറഞ്ഞ് തിങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെ സ്ക്രീനിൽ കാണാം. വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്ന ആഹ്വാനം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് SFI പഠിപ്പ് മുടക്കടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് SFI ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ശക്തി പ്രകടമാകുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, അവിടെ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? വിദ്യാർത്ഥികൾ എങ്ങനെ പ്രതിഷേധം പുരോഗമിക്കുന്നു?
റോഷ്നി, ആലപ്പുഴയിൽ 300-ലധികം SFI പ്രവർത്തകരാണ് ആലപ്പുഴ പോസ്റ്റ് ഓഫീസ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നിലവിൽ മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് കൊണ്ട് പോലീസ് ആ മാർച്ച് തടഞ്ഞു. പക്ഷേ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അകത്തേക്ക്, അതായത് പോസ്റ്റ് ഓഫീസിന്റെ റോഡിലേക്ക് കടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് ബാരിക്കേഡ് സാധാരണക്കാൾ ദൃശ്യമാണ്. പെൺകുട്ടിയെ വലിച്ചയച്ചു കൊണ്ടുപോകാൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം പത്തനംതിട്ടയിലും അല്പസമയം മുമ്പും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ കണ്ടുകൊണ്ടിരുന്നാണ്. ഇപ്പോഴിതാ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. BSN ഓഫീസ് മുന്നിലാണ് ഈ പ്രതിഷേധം പത്തനംതിട്ടയിൽ നടക്കുന്നത്. അവിടെ നിന്ന് വലിച്ചയച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തകരെയും കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വലിയ പ്രതിഷേധം ഓരോ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളും കണ്ടു. അവിടെയും ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുകയാണ്. പിന്നോട്ട് പോകില്ല, പിന്തിരിയില്ല എന്ന ശക്തമായിട്ടുള്ള പോരാട്ട വീര്യം ഉയർത്തിക്കൊണ്ട് അവർ നിൽക്കുകയാണ്. പത്തനംതിട്ടയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും പ്രതിഷേധം. കോഴിക്കോടിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉന്നയിച്ചുള്ള പ്രതിഷേധമാണ് രാജ്യമെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് റോഷ്നി കണ്ടുകൊണ്ടിരിക്കുന്നത്.